ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് ചേച്ചി ചെയ്യാൻ പോണത്. ഇന്ന് നമുക്ക് നല്ലൊരു ബ്രൗണീസിൻ്റെ കേക്ക് ഉണ്ടാക്കാം. ഒത്തിരി കൂട്ടുകാർ ഒരുപാട് കാലമായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേരും ഹോം ബേക്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കുക്കീസുകളും അതുപോലെ ബണ്ണും ഐറ്റംസും ഒക്കെ അവരുണ്ടാക്കി നോക്കിയിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആവുന്നു എന്ന് ഒരുപാട് കമൻറ്റുകൾ ചേച്ചിക്ക് വരുന്നുണ്ട്. അതിലൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പം നമുക്ക് ഈ ബ്രൗണീസിൻ്റെ കേക്കും കൂടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ ബേക്കറിയിൽ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ബ്രൗണീസ് കേക്ക് ഉണ്ടാക്കുക എന്നാണ് ചേച്ചി നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ വ്യക്തമായിട്ട് വീഡിയോ കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. എന്നാലാണ് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടും കേട്ടോ. പിന്നെ ഇതുവരെ അറിയാത്തവർക്കായിട്ട് ചേച്ചി ഒരു കാര്യം പറയട്ടെ. നമ്മളൊരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നടത്തുന്നുണ്ട്. ബേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ക്ലാസ്സിലേക്ക് ചേരാം. ബേക്കറിയിലെ ജെന്യൂൻ ആയിട്ടുള്ള റെസിപ്പികളാണ് ചേച്ചി പഠിപ്പിച്ചു തരുന്നത്. കഴിഞ്ഞ 10 ബാച്ചുകളിലായിട്ട് 1000-ലധികം സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നല്ല നല്ല സക്സസ് സ്റ്റോറികൾ പറയാനുണ്ട്. നമ്മുടെ ക്ലാസ്സിലേക്ക് ചേർന്നതിന് ശേഷം ഒരുപാട് പേരൊക്കെ സ്വന്തമായിട്ട് ഷോപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം, അതുപോലെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. അതിൽ ധാരാളം ബേക്കറി ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ ജൂൺ 1-ാം തീയതിയാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത്. അതിലേക്ക് ചേരാം. അപ്പം ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോകളുണ്ട് നമ്മുടെ ചാനലിൽ. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരമാവും. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടിട്ട് വന്നാലോ. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ചേച്ചി പറഞ്ഞു തരാം. നമുക്ക് വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ട് ആണ്. ഡാർക്ക് കോമ്പൗണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും കൂടി എടുത്തിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒത്തിരി കയ്പ്പായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മിൽക്കും കൂടി എടുത്തത്. ഇത് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ചെയ്യാൻ പോണത്. പിന്നെ നമുക്ക് മുട്ട വേണം. ആ മുട്ട എടുത്തിട്ടുണ്ട്, എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ വേണ്ടത് മൈദയാണ്. മൈദ, പിന്നെ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്താണ്. പഞ്ചസാര പൊടിയായിട്ട് നിങ്ങളുടെ ഇത് നമ്മുടെ ഇവിടെ ഐസിങ് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്താണ്. നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ, പിന്നെ ബേക്കിംഗ് പൗഡർ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ബേക്കിംഗ് പൗഡർ ഇടാതെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്പോഞ്ചായിട്ട് വരും കേട്ടോ. പിന്നെ വേണ്ടത് ബട്ടറാണ്. ഉപ്പില്ലാത്ത അമൂലിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നട്ട്സ് ഇഷ്ടമുള്ളത് ഏതും ചേർക്കാം. ഞാൻ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എസൻസ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗണീസ് കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ കേക്കിനായിട്ട് നമ്മൾ ഇതുപോലെ 2 തരം കോമ്പൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് ഞാനൊരു 100 ഗ്രാം എടുക്കുന്നുണ്ട്, മിൽക്ക് 70 ഗ്രാമും. നിങ്ങൾക്ക് ഡാർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മതി. പക്ഷേ എനിക്ക് ഒത്തിരി കയ്പ്പ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതും കൂടെ ചേർക്കുന്നത്. ഇതിനാണ് കുറച്ച് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് എപ്പോഴും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാട്ടോ. ചെറിയ ചെറിയ പീസ് നമ്മൾ ആക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ചെറിയ പീസാക്കുക കേട്ടോ. രണ്ടും ഒരേപോലെ പീസാക്കുക. ഇന്നലെ എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നിന്നിട്ട് റഫീദ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വയനാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫാമിലി ഒത്തിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമായി. ഞങ്ങളുടെ കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി ചായയെല്ലാം കുടിച്ച് ഒത്തിരി സന്തോഷത്തിലാണ് അവർ പോയത്. റഫീദയുടെ ഹസ്ബൻഡും മക്കളും അവരുടെ ഏട്ടത്തിയും അതേപോലെ ഏട്ടത്തിയുടെ കുട്ടികളും പിന്നെ റഫീദക്ക് ഒരു ബ്രദറുണ്ട്. ഒരു ചെറിയ കുട്ടിയാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ആ മോനെ. അവനും എല്ലാം കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളൊക്കെ എന്നെ കാണാൻ വരുന്നതിനും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല.
റഫീദ എനിക്ക് കമന്റ് ഇട്ടപ്പം അനിഷ്മ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, എനിക്ക് സ്ഥിരം കമന്റ് ഇടുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടി എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി പോലും അറിയാതെ ഒരു ദിവസം ചേച്ചിയെ കാണാൻ ഞങ്ങൾ ഉറപ്പായിട്ടും വരുമെന്ന്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ വരിക എന്നുള്ളത് പറഞ്ഞിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, എനിക്കതിലൊക്കെ ഒത്തിരി സന്തോഷമാണ്. ഇനി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ കോമ്പൗണ്ടൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ എടുക്കുമ്പോൾ എത്രയാണ് എടുക്കണ്ടേ? 50 ഗ്രാം തൂക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. നമുക്ക് നനവില്ലാത്ത പാത്രം നോക്കിയിട്ട് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി വരില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ റൂമിൽ സ്റ്റൗ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അപ്പുറം പോയിട്ടാണ് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ വലിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് പതുക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? വെള്ളം ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അത് കറക്റ്റ് ആവത്തില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നും വരത്തില്ല. അപ്പം ഞാൻ വേഗം തന്നെ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് ഓടി വരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഞാൻ ഇതേപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് കേക്ക് നല്ല സ്പോഞ്ചായിട്ട് വരും. അപ്പോൾ വലിയൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 മുട്ടയാണ് എടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നോക്കിക്കേ, നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പഞ്ചസാര പൗഡർ ചേർക്കണം. നിങ്ങൾ പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർക്കുക. ഞാനിപ്പോൾ പൗഡറാണ് എടുക്കുന്നത്. നമ്മൾ പഞ്ചസാര പൗഡർ എടുക്കുമ്പോൾ ഈ കേക്കിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ച് കഴിഞ്ഞിട്ട് 1/2 കപ്പ് വേണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൗഡർ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അത് ബീറ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. പിന്നെ എസൻസ് ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. വാനില എസൻസോ ഐസ്ക്രീം എസൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചേർത്തോ. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര പൗഡറിൻ്റെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അവിടെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിൽ കട്ടയുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര പൗഡറൊക്കെ നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ കുറച്ച് നേരം ഇത് ഉരുക്കി വെച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും നമ്മൾ ആ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ലൂസായിട്ട് വന്നോളും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. കൂടുതൽ നമ്മൾ ചോക്ലേറ്റ് ആണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഒത്തിരി വില വരുന്നത് ഈ കേക്കിന്. പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇതിലേക്ക് ചേർക്കുവാണെങ്കിൽ അതിനനുസരിച്ച് വില കൂട്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം. അപ്പം നിങ്ങൾ എന്തൊക്കെ നട്ട്സാണ് ചേർക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്ത 170 ഗ്രാം പോരാ, കുറച്ചും കൂടി വേണം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, എടുക്കുന്ന സാധനങ്ങളുടെ പൈസ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു വില നിശ്ചയിക്കുക നമ്മൾ കേക്കിന്. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി വില ഇടേണ്ടത്, എത്ര രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചേച്ചി ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വില നമ്മളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയെടുക്കുക, എത്ര വിലയ്ക്ക് വിറ്റാൽ നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. അപ്പം മൈദ നമ്മൾ എടുക്കുമ്പോൾ 1 കപ്പ് മൈദ എടുക്കുക. 1 കപ്പ് മൈദയുടെ കൂടെ 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർക്കണം. അപ്പം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി അരിച്ച് ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ചേർക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇടുന്നുണ്ട്. ഇത് 1/2 കപ്പാണ് കേട്ടോ. ഇതുപോലത്തെ 2 കപ്പ് ചേർക്കുന്നുണ്ട്. മൈദ എടുത്തു. പിന്നെ ഞാൻ 1/2 കപ്പ് കൊക്കോ പൗഡർ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇടണം. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ എടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതേപോലെ ഒരു അരിപ്പിലൂടെ അരിച്ചിടുക. ഇപ്പം
മൈദയും കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ട് നമ്മുടെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കോമ്പൗണ്ട് കൂടെ വേണം. ഇതിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ ഇത് മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക, അതേപോലെ ഡാർക്ക് വേണമെങ്കിൽ എടുക്കുക, ഏത് വേണമെങ്കിലും എടുക്കുക. ബാക്കി വന്ന ചോക്ലേറ്റ് അതിന്ന് നമുക്കൊരു 100 ഗ്രാമോ 50 ഗ്രാമോ അത് നിങ്ങളുടെ ഇഷ്ടം, എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് അത് വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ബാറ്ററിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താവും, ഇതുപോലെയല്ല, ഇതൊരു 4 പീസാക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ ഒരുപാട് ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കേക്ക് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല മെൽറ്റായിട്ടിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം എല്ലാം കുറച്ച് വലിയ, നേരത്തെ നമ്മൾ ചെയ്ത പോലെയല്ല, കുറച്ച് വലിയ പീസാക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് കടിക്കാനായിട്ട് കിട്ടത്തുള്ളൂ. ഇതിനെ 2 പീസാക്കാം. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ടല്ലേ കൂട്ടുകാരെ. എന്താണെന്ന് വെച്ചാൽ എത്രയും ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്ന് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. പക്ഷേ എത്ര കുറച്ചിട്ട് ഞാൻ പറഞ്ഞാലും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. ഒരു 15 മിനിറ്റിൻ്റെ ഒക്കെ മുകളിലാവും. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് കണ്ടിരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ചേച്ചിയോട് പറയണം കേട്ടോ. എങ്ങനെയെങ്കിലും കുറച്ചും കൂടി ചുരുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല സ്ക്വയറായിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ആ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൂടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഡാർക്ക് മതിയെങ്കിൽ ഡാർക്ക് എടുക്കുക. ഞാൻ രണ്ടും കൂടെ കുറേശ്ശെ കുറേശ്ശെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ കൈയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കൈയൊക്കെ മുറിയാൻ ഉള്ള സാധ്യതയുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ കുറേ പേര് ചേച്ചിയുടെ യൂട്യൂബ് കണ്ടിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്, കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പേര് ചേച്ചിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. എല്ലാവരെയും ചേച്ചി ഓർക്കാറുണ്ട്. ഇനി നമുക്ക് ഇത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 100 ഗ്രാമിൽ കൂടുതലൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതൊക്കെ ചേർക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ കേക്കിൻ്റെ വില നിശ്ചയിക്കുക കേട്ടോ. ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കാം. ശരിക്കും നമ്മൾ ബ്രൗണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ക്വയർ ടൈപ്പ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഒരെണ്ണം ഉള്ളത് ഒത്തിരി വലുതാണ്, 2 കിലോ അളവൊക്കെ കേക്ക് കൊള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് ബട്ടർ പേപ്പറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം നമ്മൾ ബാറ്റർ നിറച്ച് കൊടുക്കുക. ഒരുപാട് നിറയ്ക്കരുത്. അരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൽ കൂടി പോകണ്ട കേട്ടോ. 1/4 കൂടി പോകരുത്. കേക്ക് പൊന്തി വരുമ്പോൾ പിന്നെ സ്പേസ് ഇല്ലാതെ അവിടെ ഇവിടെ ക്രാക്കൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ ബാറ്ററൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അരഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലൂടെ നട്ട്സൊക്കെ വെതറി കൊടുക്കുക. ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? 180 ഡിഗ്രിയിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ബാറ്റർ ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 160ലേക്ക് ചൂട് കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അന്നേരം ഒരു 20 മിനിറ്റ് ഒക്കെ ടൈം വെച്ച് കൊടുക്കുക. 20 മുതൽ 25 മിനിറ്റ് ടൈം വരെ ആകുമ്പോഴേക്ക് ഇത് ബേക്കാവും. പിന്നെ കേക്ക് ബാറ്റർ കൂടുതലുണ്ട്, 1 കിലോയുടെ കേക്കൊക്കെ ആണെങ്കിൽ ടൈം കൂടുതലെടുക്കും. 1 മണിക്കൂറൊക്കെ ഏകദേശം ആവും ഇത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 2 ഭാഗവും കോയിൽ ചൂടാകുന്ന ആ ഓപ്ഷനിലേക്ക് വെച്ച് കൊടുക്കണം. മുകളിൽ നിന്നും താഴെ നിന്നും ഒരേപോലെ ചൂട് വരുമ്പോഴാണ് കേക്കൊക്കെ റെഡിക്ക് ബേക്കായിട്ട് വരിക കേട്ടോ. ഇനി നമ്മുടെ കേക്ക് ബേക്കായിട്ട് നമുക്ക് കാണാം. 25 മിനിറ്റ് പറഞ്ഞെങ്കിലും 25 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം നമുക്കിത് വേവാനായിട്ടൊരു 35 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ അയച്ചിടാം. നല്ല ചൂടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യട്ടോ. പൊട്ടിപ്പോവാതെ നോക്കി ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ സ്ക്വയറായിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയുണ്ടാവുക. പീസായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ലത് സ്ക്വയറായിട്ടുള്ള ടിന്നിൽ ഇടുവാണെങ്കിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇത് ചെയ്തത്. എന്നാലും നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. കുറച്ച് ചൂട് തണിയട്ടെ, എന്നിട്ട് നമുക്ക് മുറിക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രൗണി ഒന്ന് പതുക്കെ മുറിക്കാം കേട്ടോ. സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കട്ട് ചെയ്യുക, പതുക്കെ മുറിക്കുക. ഇപ്പോഴും ചൂടുണ്ട്, അതുകൊണ്ട് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കി മുറിക്കുക. നിങ്ങൾ മുറിക്കുമ്പോൾ ചൂടൊക്കെ തണിഞ്ഞിട്ട് മുറിച്ചാൽ മതി കേട്ടോ. എനിക്ക് ഈ ബ്രൗണിയുടെ കൂടെ കഴിക്കാൻ എപ്പോഴും ഇഷ്ടം വാനില ഐസ്ക്രീമാണ് കേട്ടോ. 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ നമ്മൾ ഈ ബ്രൗണിയുടെ മുകളിലായിട്ട് ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പീസാക്കിയിട്ടിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഇല്ലേ, അതാണ് ഇങ്ങനെ മെൽറ്റായിട്ട് ഒലിച്ചിറങ്ങുന്നത് കേട്ടോ.
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോക്ലേറ്റ് കിട്ടും കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു പീസ് ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ചേച്ചിയോട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോ കേട്ടോ. വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എത്ര ഈസി ആയിട്ടല്ലേ നല്ലൊരു ബ്രൗണീസ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പുറത്ത് സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കണം കേട്ടോ. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.